ഷാജു. കോഴിക്കോട് വെള്ളിപറമ്പിലാണ് വീട്. ഒരു 4-5 വർഷം മുമ്പ് ആർസിഎം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഏറ്റെടുത്തിട്ടില്ല, ആർസിഎമ്മിനെ പറ്റി അറിഞ്ഞു. ശരിക്കും ആർസിഎം ആണെന്ന് മനസ്സിലാക്കാൻ, ആർസിഎമ്മിന്റെ കരിയർ ആണെന്ന് മനസ്സിലാക്കാനൊന്നും അന്നത്തെ കാലത്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഒരുപാട് കമ്പനികൾ ഇതേപോലെ വന്ന് പോകുന്നുണ്ട്. അതിന്റെ കൂടെ കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും എന്നെ ആർസിഎമ്മിലേക്ക് എത്തിച്ചത് ശരിക്കും എന്റെ ബ്രദർ തന്നെയാണ്, എന്റെ ഷീസാറിനെയാണ്. അത് കഴിഞ്ഞ് 2 വർഷം പോലെ എടുത്തു ഞാൻ സത്യത്തില് ഇതിന്റെ മീറ്റിങ്ങിൽ വരാനും എന്റെ കൂടുതൽ പഠിക്കാനൊക്കെ 2 വർഷം എടുത്തു. 2 വർഷം ഞാൻ ഇതിന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഇത് തന്നെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഉറപ്പ് എനിക്കില്ലായിരുന്നു അതിൽ. കാരണം ഇതുപോലുള്ള ഒരുപാട് കമ്പനികൾ നമ്മൾ കേൾക്കുന്നുണ്ട്, നിരന്തരം കേൾക്കുന്നുണ്ട്. ആളെ പറ്റിക്കുന്ന കമ്പനികളുണ്ട്. ഇനി ആളെ പറ്റിക്കുന്നില്ലെങ്കിലും ആൾക്കൊന്നും കിട്ടാത്ത കമ്പനികളുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത പ്രോഡക്ട്സുകൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിക്കേണ്ട ഗതികേടിൽ ഉണ്ടാകുന്ന കമ്പനികളുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് ആർസിഎം തന്നെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു വ്യക്തമായ ധാരണ എനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ 2 വർഷം എടുത്തു ശരിക്കും ഇതിനെപ്പറ്റി പഠിക്കാൻ. ബാക്കിയുള്ള കമ്പനികളൊക്കെ പഠിച്ചു, അതേപോലെ തന്നെ ആർസിഎമ്മിനെ പറ്റിയും കൂടുതലായിട്ട് അറിയാൻ ശ്രമിച്ചു. അങ്ങനെ 2 വർഷം കടന്നുപോയി. എന്റെ താഴെ വന്ന ആളുകൾ വരെ ഒന്ന് ആക്റ്റീവ് ആയതിനു ശേഷമാണ് ശരിക്കും ഞാൻ ആക്റ്റീവ് ആകുന്നത്. അല്ലെങ്കിൽ എന്റെ ഒരു ഉള്ളിലൊരു ഒരു എന്താ പറയാ, ഒരു തെളിച്ചം വരുന്നത് ശരിക്കും എന്റെ ബ്രദർ, എന്റെ ലീഡറായ ഷിജിത് സാർ ഒരു സ്റ്റാർ ആയതിനു ശേഷമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്റെ വീട്ടിൽ തന്നെ ഒരു അച്ചീവർ ഉണ്ടായ ഒരു സമയത്താണ്. പലപ്പോഴും മറ്റുള്ള കമ്പനികളിലൊക്കെ അവിടെ എറണാകുളമുണ്ട്, കൊച്ചിയിലുണ്ട്, ബോംബെയിലുണ്ട് എന്ന് പറയുന്ന എന്ന് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്റെ വീട്ടിൽ തന്നെ ഒരു അച്ചീവർ ഉണ്ടായതാണ് ശരിക്കും എന്റെ കണ്ണ് തുറപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷമാണ് ശരിക്കും ഞാൻ ആശയം ഇത് എനിക്ക് പറ്റുന്നതാണ് എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയത്. അപ്പൊ അതിനുശേഷം അതിനു മുമ്പുമായിട്ടും ഞാൻ ആർസിഎമ്മിന്റെ മാത്രമല്ല വേറെ ഒരുപാട് കമ്പനികളെ പറ്റി പഠിച്ചതിന് ശേഷമാണ് ഞാൻ ആർസിഎം തിരഞ്ഞെടുക്കുന്നത്. ഞാൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് എന്നെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഷാജു. സ്വർണ്ണപ്പണിയായിരുന്നു. ഒരു 10-20 വർഷത്തോളം അവിടെ നിന്നുകൊണ്ടാണ് ശരിക്കും തികച്ചും വ്യത്യസ്തമായ ഒരു ബിസിനസ് ലെവലിലേക്ക് നമ്മള് മൈൻഡ് സെറ്റ് കൊണ്ടുവരുന്നത് നല്ല വലിയൊരു കാര്യമാണ്. ഞാൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന എല്ലാ ലീഡേഴ്സിനും, എന്നെ കൊണ്ടുവന്ന ഷീസാർ, അതേപോലെ ഞങ്ങള് രണ്ടുപേരും ഇതിലേക്ക് ഇതിലേക്ക് വരാൻ കാരണക്കാരൻ ബിപിൻ സാർ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരു നന്ദിയോടെ ഓർക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫാദർ, നമ്മുടെ റിട്ടയർഡ് SI വേണുഗോപാൽ സാർ, ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്ന നാരായണൻ സാർ, അതേപോലെ ഹേമന്ത് സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ്. കാരണം ഞാൻ ഇന്ന് ഈ ഒരു സ്റ്റാർ പ്ലാറ്റിനം ലെവലിൽ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഹേമന്ത് സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കിട്ടിയ പ്രഭാവം എന്റെ എന്താ പറയാ, എന്റെ റോൾ മോഡലാണ് ശരിക്കും. അതേപോലെ സുജിത് സാറാണ് ശരിക്കും ആർസിഎമ്മിന്റെ പെട്ടെന്നൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു 2 ആളുകളല്ല ഞാനും ഷീസ് സാറും സത്യത്തില്. കാരണം ആളുകൾ പലതും പറയും, അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന വീണു പോകുന്ന ആളുകളല്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ പ്രത്യേകിച്ചും. പക്ഷെ സുജിത് സാറിന്റെ ഒരു ഫസ്റ്റത്തെ ഒരു ക്ലാസ് ആണ് ശരിക്കും ഞങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കാനുണ്ടായ ഒരേ ഒരു കാരണം. അതേപോലെ തന്നെ സുജിത് സാർ മാത്രമല്ല, നമ്മുടെ മിംസിലെ വിനോദ് സാറ്, നമ്മുടെ ഷൈമ മാഡം, ഇവരൊക്കെ ഞാൻ എന്റെ ലീഡർമാരായിട്ട് തന്നെയാണ് കാണുന്നത്. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ എന്താ പറയാ വലിയൊരു നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മളെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യണേ. ടീമില് ആരംഭിച്ചതിന് ശേഷം എല്ലാവർക്കും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടിയാണ് ശരിക്കും ഞാൻ എന്റെ ഒരു എന്താ പറയാ ഞാനും കൂടുതൽ കാര്യങ്ങളായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. എനിക്ക് ഇന്ന് എല്ലാവരോടുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന ഒരു ഇൻഡസ്ട്രി, ഇപ്പൊ അതൊരു വ്യവസായമാണ്, ശരിക്കും ഒരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയെ പറ്റി ശരിക്കുമുള്ള ഒരു ഗ്രാഹ്യം പല ആളുകൾക്കും ഇല്ല എന്നുള്ളതാണ്. കാരണം ഇത് മറ്റുള്ള ഒരുപാട് കമ്പനികൾ അല്ലെങ്കിൽ സൈഡായിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് കിട്ടിയെങ്കിൽ കിട്ടി എന്ന രീതിയിൽ ഇത് ചെയ്തു പോകുന്ന ആളുകളാണ്. ശരിക്കും ഇതിനെ പറ്റിയുള്ള ഒരു ഡെപ്ത് ആയിട്ട് പഠിക്കുന്ന സമയത്താണ്
നമ്മൾ എത്രമാത്രം ഇതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോ ഒരുപാട് വർഷങ്ങളായിട്ട് ജീവിച്ചു പോവാണ്. ഇന്നിപ്പോ 2023 കഴിഞ്ഞ് 2024 2024 കഴിഞ്ഞ് 2025 25 കഴിഞ്ഞ് 26 നമ്മള് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച കരിയർ അല്ലെങ്കിൽ 21ാം നൂറ്റാണ്ടിലെ ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒരു തലമുറയെ രക്ഷപ്പെടാൻ ഒരു രാജ്യം തന്നെ അടുത്ത ലെവലിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ മനസ്സിലാക്കാതെ പോകുന്നത് 2023, 24, 25 വർഷങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ശരിക്കും ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ വളരെയധികം പേരും, എനിക്ക് തോന്നുന്നു ഒരു 90% പേരും ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം നമുക്ക് വേണമെങ്കിൽ കരുതാൻ. ഇവിടെ ശരിക്കും ഒരു മികച്ച ജീവിതം ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഒരു മികച്ച ജീവിതം കെട്ടിപ്പടുക്കാനായി മാനവരാശിയുടെ ചരിത്രത്തിൽ കണ്ടെത്തിയ ഏറ്റവും മികച്ച ആശയങ്ങളിൽ ഒന്നാണ് നിത്യോപയോഗ സാധനങ്ങളിലൂടെ വാങ്ങലുകൾ. ഈ വാങ്ങലുകളെ ഒന്ന് വഴിതിരിച്ചു വിട്ടാൽ നമുക്കതൊരു വലിയൊരു അവസരമായിട്ട് മാറും, ഒരു ബിസിനസ് അവസരമായും നിങ്ങളുടെ ജീവിതം തന്നെ പരിവർത്തനം ചെയ്യപ്പെടുന്ന വലിയൊരു ലെവലിലേക്ക്, അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിപ്പെടാൻ പോകുന്ന ഒരു വലിയൊരു ഒരു സ്ഥലത്താണ് നമ്മൾ വന്ന് വിട്ടിരിക്കുന്നത്. റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്. ഇവിടെ ശരിക്കും ആർസിഎമ്മിന്റെ MD ഞാൻ സ്മരിക്കുന്നു. നമുക്ക് ശരിക്കും നമ്മൾ ഇപ്പോഴും പ്രിപ്പയർ അല്ല. നമ്മൾ പ്രിപ്പയർ ആവാൻ ഫെയിലായാൽ ശരിക്കും പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് ഫെയിൽ ആവാൻ വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനിലാണ് എന്ന് വേണ്ടി പറയേണ്ടി വരും. ഒന്നുകൂടി പറയാം, നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി അടുത്ത ഒരു എന്താ പറയാ ഒരു അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി ഒരു കാരണവശാലും നിങ്ങൾ ഒരു രീതിയിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ഫെയിലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യപ്പെടാൻ പോകുന്നു എന്നാണ് ഇതിനർത്ഥം. അതായത് ഞാൻ പറഞ്ഞുതരാം, 1960 കാലഘട്ടങ്ങളിൽ തുടങ്ങി 1980 കാലഘട്ടത്തിൽ വരെ 60, 70, 80 ഏകദേശം 20 വർഷത്തോളം ശരിക്കും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയിരുന്നു ഇവിടെ ഡോമിനന്റ് ആയിട്ട് നിന്നിരുന്ന ഒരു വലിയൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. 1980 മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് നമുക്ക് കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും ഒക്കെ വന്നത്. അപ്പോൾ അതായിരുന്നു ആളുകളുടെ ഏറ്റവും, നമുക്കറിയാം ബിൽഗേറ്റ്സ് ഒക്കെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായത് നമ്മുടെ സോഫ്റ്റ്വെയർ ആ സമയത്ത് 2000 ഉള്ളിലുള്ള ഒരു കാലഘട്ടങ്ങളിലാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ബിൽഗേറ്റ്സ് അല്ല. കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 2000 മുതൽ 2020 വരെയാണ് ശരിക്കും ഒരു ഇൽനസ് ഇൻഡസ്ട്രി വേണമെങ്കിൽ നമുക്ക് പറയാം, ഹോസ്പിറ്റലുകളും മെഡിക്കൽ ഇൻഡസ്ട്രിയും ഒക്കെ തളച്ചു വളർന്നു. അടുത്ത ഒരു 2020 മുതൽ 2050 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ അല്ലെങ്കിൽ വെൽനസ് ഇൻഡസ്ട്രിയുടെ ഒരു കാലമാണ്. ഇത് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്കറിയാം, ശരിക്കുള്ള അവയർനെസ് കൊടുത്താൽ മാത്രമേ ആളുകൾക്ക് ഇതിലേക്ക് പോരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വെൽനസ് ഇൻഡസ്ട്രിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ്. എന്താ ഡയറക്ട് സെല്ലിംഗ് എന്ന് നമുക്ക് നോക്കാം. ഒരു മാനുഫാക്ചർ ഉണ്ടാവും. പുതിയ ആളുകളിലേക്ക് എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഉപയോഗിക്കുന്നത്. ഒരു മാനുഫാക്ചർ ഉണ്ടാവും ഒരു കസ്റ്റമറിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത്. ഒരു കമ്പനിയിൽ നിന്നും കസ്റ്റമറിലേക്ക് എത്തുന്നത് CNF ഏജന്റ്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിൽ, റീറ്റെയിൽ, ഒരു വലിയ എന്താ പറയാ മുതൽ മുടക്കുള്ള ഒരു അഡ്വർടൈസ്മെന്റിനും കൂടിയിട്ടാണ് നമ്മളിലേക്ക് ഈ സാധനങ്ങൾ എത്തുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഒരു 30% മുതൽ 40, ശരിക്കും ഒരു 60% വരെ കോസ്റ്റ് ഉള്ള ഒരു സാധനം നമ്മളിലേക്ക് എത്തുമ്പോഴേക്ക് അതൊരു 100 രൂപയാകുന്നു എന്നുള്ളതാണ്. ഇവിടെ നഷ്ടപ്പെടുന്ന ഈ ഒരു വലിയ ഒരു ക്യാഷ് അല്ലെങ്കിൽ ഒരു 60% പൈസ നമുക്ക് ഒരാൾക്ക് ചിന്തിക്കുന്നേരം ചിലപ്പം 50 രൂപയോ 60 രൂപയോ നഷ്ടപ്പെടുന്നുള്ളെങ്കിൽ ഇത് കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് നഷ്ടപ്പെടുന്ന സമയത്താണ് ഇതൊരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുക. ഇതൊന്ന് വഴിതിരിച്ച് വിടുന്നതാണ് ശരിക്കും ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഇവിടെ പരസ്യങ്ങളില്ല. ഇവിടെ ആകെ വേണ്ടത് മൗത്ത് പബ്ലിസിറ്റിയാണ്. ഒരാളിൽ നിന്ന്, നിങ്ങൾക്കറിയാം 24 വർഷം കൊണ്ട് ആർസിഎം ഇതുവരെ 4 കോടിയിലേക്ക് എത്തിയത് ഒരാള് ബിൽവാര രാജസ്ഥാനിൽ നിന്ന് ഇത് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു വ്യാപ്തി, ഇതിന്റെ ഒരു ഡെപ്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാളിൽ നിന്ന് ഇതിന് 4 കോടിയിലേക്ക് എത്തി എന്ന് പറയുന്നത് അതിന് ഏറ്റവും വേണ്ടത് ട്രസ്റ്റാണ്. ശരിക്കും ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു വിശ്വാസം. എന്തിന്റെ വിശ്വാസം? പ്രോഡക്ട്സിലുള്ള വിശ്വാസം,
നമ്മൾ ഉപയോഗിക്കുന്ന വിശ്വാസം. ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ കുറച്ചിനെ പറ്റി വിശ്വാസം, നമ്മൾ വിശ്വാസമുള്ള ആളുകളിലേക്ക് ഇത് എത്തിക്കുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ എത്രമാത്രം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പം ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കണക്ട് ചെയ്ത് പോകുന്നതാണ് അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പല രീതിയിലും ആളുകൾ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും ഇതൊരു മണി ചെയിനെ പോലെയുള്ള ആളുകളെ പറ്റിക്കുന്ന രീതിയിലാണ് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണയാണ് ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ പോകുന്നത്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ശരിക്കും 2022 മുതലുള്ള കാലഘട്ടം. ഇനിയുള്ള ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കണം. കുറച്ച് എന്താ പറയാ, കണക്കുകളും കാര്യങ്ങളും ഒക്കെയാണ്. വർഷങ്ങളൊക്കെ ഇനിയുള്ള പറയുന്ന വർഷങ്ങളൊക്കെ കുറച്ച് വളരെ പ്രാധാന്യപ്പെട്ടതാണ്. ഈ ഒരു സെഗ്മെന്റിൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ആണ് ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും മികച്ച ഗോൾഡൻ ഏജ് അല്ലെങ്കിൽ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ഇനിയുള്ള കാലഘട്ടം 2022 മുതലുള്ള കാലഘട്ടമാണ് എന്നാണ് പറയുന്നത്. ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം, വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ശരിക്കും 1900 കുറച്ച് കാലങ്ങൾ 1978 കാലഘട്ടമാണ് ശരിക്കും വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് വന്നത്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് 1978, അതായത് അതിനു മുമ്പ് 1886 ശരിക്കും ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉദയം ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ന് 100-ലധികം രാജ്യങ്ങളിൽ 100-ലധികം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന വലിയ ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കിതിൽ പൈസയൊന്നും കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അതും കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ഫെഡറേഷൻ വരുന്നത്, ഇതിനു വേണ്ടി ഒന്ന് കമ്പൈൻ ചെയ്യാൻ വേണ്ടി വരുന്നത് 1978 വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്നൊരു അസോസിയേഷൻ ഉണ്ടാകുന്നത്. ഇന്ന് 170 രാജ്യങ്ങളിൽ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ അംഗീകാരമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ്, IDSA, അതുപോലെ FDSA. ഇതൊക്കെ വേൾഡ് ഫെഡറേഷൻ എന്ന ലോകത്തിന് മൊത്തമുള്ള ഡയറക്ട് സെല്ലിംഗിന്റെ അസോസിയേഷൻ ആണ്. IDSA എന്ന് പറയുന്നത് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ, FDSA എന്ന് പറയുന്നത് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടത് കാരണം ഇത് എന്താണെന്ന് മനസ്സിലാക്കണം. IDSA ഇപ്പൊ പല കമ്പനികളിലും നിങ്ങൾ പറയുന്നത് IDSA മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബിസിനസിന്റെ ഈ ഒരു കമ്പനി മോശമാണ് എന്ന് പറയുന്ന മറ്റു ചില കമ്പനികളുണ്ട്. അതായത് ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, IDSAയും FDSAയും ഇതൊക്കെ ഒരു സംഘടനയാണ്. അതായത് നമ്മളിപ്പോ BMS, IMTUC, CATU എന്ന് പറയുന്ന വലിയ കുറച്ച് കമ്പനികളുടെ ഒരു അസോസിയേഷനാണ്. നമുക്ക് പറയാം ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ഫൗണ്ടർ മെമ്പറാണ് ശരിക്കും മാർസിൽ. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി എനിക്ക് പറയാനുള്ളത് കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. 1886 ശരിക്കും ഫസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇവിടെ വന്നതെന്ന് പറഞ്ഞു. 1978 വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് എസ്റ്റാബ്ലിഷ് വന്നു. 170 രാജ്യങ്ങളിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് വേൾഡ് വൈഡ് 180 ബില്യൺ, ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. 180 ബില്യണിലധികം ടേൺ ഓവർ ഇന്ന് വേൾഡ് വൈഡ് നടക്കുന്നു. ഏകദേശം 20 കോടിയിൽ കുറയാത്ത, ഒരു 15 കോടിക്കും 20 കോടിയിലും ഇടയിലുള്ള ആക്റ്റീവായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സെ ഇപ്പോഴും എത്തിയിട്ടുള്ളൂ ഇതിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു വലിപ്പം മനസ്സിലാവണമെങ്കിൽ 800 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ, വേൾഡിൽ 800 കോടി, ഏകദേശം 140 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ 800 കോടി ജനങ്ങൾ ഉള്ളത് ഡയറക്ട് സെല്ലിംഗിൽ മാത്രം സീരിയസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ ഒരു 20 കോടിയിൽ താഴെയാണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾ എന്താണെന്ന് ആലോചിച്ച് നോക്കിയാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡയറക്ട് സെല്ലിംഗിൽ ഇന്ത്യയെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1990 ഇതൊരു മാർക്കറ്റ് ഇവിടെ ഗ്ലോബലൈസേഷൻ വന്നതോടെയാണ് 1996 ഇത് ഓപ്പൺ ആവുന്നത്. ഈ ഒരു മാർക്കറ്റ് ഓപ്പൺ ആവും. നോ മെനി കമ്പനീസ് ആർ ഹിയർ. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 500ഓളം കമ്പനികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഈ 500ഓളം കമ്പനികൾ ഉള്ളത് 50% ഷെയറും 19 കമ്പനികളാണ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
500 കമ്പനികൾ ഉള്ളതിൽ അതിന്റെ 50% ഷെയറും 19 കമ്പനികൾ മാത്രമാണ്. ബാക്കിയുള്ള കമ്പനികൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മതി. ശരിക്കും ഒരു ഡിസ്ട്രിക്ട് വൈസിൽ മാത്രം ബിസിനസ് ചെയ്യുന്ന കമ്പനികളുണ്ട്, സ്റ്റേറ്റ് വൈസിൽ മാത്രം 2-3 സ്റ്റേറ്റുകളിൽ മാത്രമുള്ള കമ്പനികളുണ്ട്, നോർത്ത് ഇന്ത്യ ബേസ് മാത്രമുള്ള കമ്പനികൾ, ഇങ്ങനെയുള്ള കമ്പനികൾ ഒരുപാട് ഇതിലുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും RCM ടച്ച് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ദ ടേൺ ഓവർ ഇൻ ഇന്ത്യ. നമുക്ക് മനസ്സിലാവും ഒരു വർഷം മുമ്പ്, ഒരു 1.5 വർഷം മുമ്പാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ടേൺ ഓവർ ഉണ്ടാക്കാൻ RCMനാണ് കഴിഞ്ഞിട്ടുള്ളത്. സോ വി ആർ ഇൻ ദ റൈറ്റ് പ്ലേസ് ആൻഡ് ദ റൈറ്റ് ടൈം. നമ്മൾ ശരിയായുള്ള ഒരു സമയത്ത് ശരിയായുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൂടെ മനസ്സിലാക്കുന്നത്. ഇനി ഒരു ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫിക്കി KPMG എന്ന് പറയുന്ന അവരുടെയൊക്കെ കണക്കുകൾ 2015 ശരിക്കും ഇത് പുറത്തുവിടുന്നത്. അതായത് 2015 ആണ് ഫിക്കി പറയുന്നത് 65,000 കോടി 2025 നമ്മൾ ടച്ച് ചെയ്യും എന്ന് പറയുന്നത്. ഇവിടെ 2016 ഗൈഡ് ലൈൻസ് വന്നു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുവരെ നമ്മളെ കമ്പനി ഇവിടെ ഉണ്ടാവുന്ന സമയത്തും 1996 മുതൽ ഇവിടെ ഒരു നിയമ പരിരക്ഷയില്ലായിരുന്നു. 2016 ഗൈഡ് ലൈൻസ് വന്നു. 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നതാണ് ഇതിന്റെ ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ഒരു കൺസ്യൂമറെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അത് അദ്ദേഹം ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലോക്കൽ ബോഡികളിൽ ഇതിനെ പരാതിപ്പെടാം. ഇപ്പോ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും നോർത്ത് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലോക്കൽ ബോഡികളിൽ നിങ്ങൾക്ക് ഇതിനെതിരെ പരാതിപ്പെടാനുള്ള അവകാശമുണ്ട്. 2022 നോട്ടിഫിക്കേഷൻ വന്നു. നമുക്കറിയാം കൊറോണന്റെ ആ സമയത്താണ് ഇതിന്റെ പുതിയ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നത്. 2023 നിയമനിർമ്മാണം നടന്നു വരുന്നത്. ഇവിടെ ഒരു കാര്യം എനിക്കിപ്പോ നിങ്ങളോട് പറയാനുള്ളത്, ശരിക്കും ഒരു 350 കോടിയാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഈ RCM ഒരു മാസം 350 കോടി ടച്ച് ചെയ്യുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി പോലും ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ വ്യവസായത്തിന് വിചാരിച്ച രീതിയിലുള്ള നിയമമോ ഒരു ചട്ടക്കൂടോ ഇല്ലാത്തതിനാലാണ് വലിയൊരു വളർച്ച ഇവിടെ ഇല്ലായിരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇവിടെ ഇപ്പം ഒരു ഗൈഡ് ലൈൻസ് വന്നു, ഒരു വളർച്ച വന്നു, ഒരു മോണിറ്ററിംഗ് സംവിധാനം വന്നു, ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട്, ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഇത് മാറിക്കഴിഞ്ഞു. ഇനിയാണ് നമ്മള് എന്താ പറയാ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞത് 2015 ഇവിടെ ഫിക്കി KPMG ഒക്കെ എന്താ പറയാ നമ്മൾക്ക് 64,500 കോടി ടേൺ ഓവറിൽ ഇവിടെ ഇന്ത്യയിൽ എത്തും എന്ന് പറഞ്ഞത്. ശരിക്കും വ്യക്തമായ ഒരു സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ 2025 എന്ന് പറയുമ്പോൾ ഒരു 5 വർഷം കൂടി ഇനി വേണമെങ്കിൽ നമുക്ക് നീട്ടാം. അടുത്ത 5 വർഷത്തിനുള്ളിൽ 10 വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും ലോകത്തിലെ 500 കമ്പനികൾ എടുത്താൽ അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 25 കമ്പനികൾ നമുക്ക് മാറ്റി നിർത്താം ലോകത്തിൽ. ഇതിൽ ഏകദേശം 5ഓളം കമ്പനികളാണ് ഇന്ത്യയിൽ ഇപ്പൊ എന്നുള്ളൂ. ലോകത്തിലെ 25 കമ്പനികളെ നമ്മൾ മാറ്റി നിർത്തി, അതായത് എല്ലാ രാജ്യങ്ങളിലും വളരെ ഫ്ലറിഷ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന 25 കമ്പനികളെ എടുത്താൽ അതിൽ 5 കമ്പനികൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഇപ്പോ എത്തിയിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുവരെ ഇവർ കാത്തിരുന്നത് ഇത് വലിയൊരു ഗൈഡ് ലൈൻസോ ഒരു പ്രൊട്ടക്ഷനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിൽ നിയമ പരിരക്ഷയൊക്കെ വന്നു. നമുക്കറിയാം മലേഷ്യയിലൊക്കെ ഇപ്പൊ ഡയറക്ട് സെല്ലിങ്ങിന് മാത്രമായിട്ട് മന്ത്രിമാരുണ്ട്. നമുക്ക് വിദ്യുത് ശക്തി മന്ത്രി, പിന്നെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നതിന് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനായിട്ട് മന്ത്രിമാരുണ്ട്. നമ്മളൊന്നും വിചാരിക്കുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു സാധനം അല്ല ഇത്. ഇത് ഇത്രമാത്രം വലിയൊരു രീതിയിൽ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. ഇതില് വലിയ പിന്നെ പിൻലെവലിൽ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ശരിക്കും ഇതിനെ പറ്റിയുള്ള അറിവുള്ളൂ. ശരിക്കും ഒരു സ്റ്റാർട്ടിങ് അച്ചീവ് ചെയ്യുന്നതിന്റെ താഴേക്കുള്ള ആളുകൾ ഇതിന്റെ ഒരു പൊട്ടൻഷ്യലോ ഇതിന്റെ ഒരു വാല്യൂസോ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം കരുതാൻ. സത്യത്തില്
ഇതിൽ ഈ 5 കമ്പനികളാണ് ഇപ്പൊ ഇവിടെ വന്നതെന്ന് പറഞ്ഞു. ബാക്കി 19-20 കമ്പനികൾ ഇവിടെ വരാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. എവിടെ? ഇന്ത്യയിലേക്ക് എത്താൻ നോക്കിയിട്ട് ഈ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ലെവലായിട്ടുള്ള ഒരു ട്രസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പനികളും കൂടി ഇന്ത്യയിലേക്ക് വന്നു കഴിയും. ഏറിയ 4-5 വർഷം, 10 വർഷം എന്ന് ഞാൻ പറയുന്നില്ല, 4-5 വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ശരിക്കും ഇവിടെ എന്തായിരിക്കും അവർ വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി എന്ന് നിങ്ങൾക്ക് അറിയാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 3 മാസം കൊണ്ട് 25 ലക്ഷം പുതിയ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാൻ ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഇന്ത്യയിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ കണക്കുകൾ പറയുന്നത്. അതായത് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ FDSAയുടെ ഒക്കെ യൂട്യൂബ് ചാനലുകളുടെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുള്ള അതിൽ നിന്ന് എടുത്ത ഒരുപാട് പിന്നെ നോട്ട്സുകളാണ് ഞാനിപ്പോ പറയുന്നത്. അതായത് വെറും 3 മാസം, 90 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 100 ദിവസത്തിനുള്ളിൽ 25 ലക്ഷം കസ്റ്റമർ ഉണ്ടാക്കാൻ ഈ ഇൻഡസ്ട്രിക്ക് കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് ലോകത്തിൽ ഇതുവരെയുള്ള ഒരു കമ്പനിക്ക് പോലും, ഒരു ഇൻഡസ്ട്രിക്ക് പോലും എത്തപ്പെടാൻ സാധിക്കാത്ത വലിയൊരു ഉയരങ്ങളിലാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഇപ്പൊ വന്നിരിക്കുന്നത്. ഇവിടെ ടോപ്പ് 25 കമ്പനികളെ, ലോകത്തിലെ ആദ്യത്തെ 5 കമ്പനികൾ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ. ഇതിനർത്ഥം ബാക്കി 18-20 കമ്പനികൾ ഇവിടെ ഒരു മികച്ച സമയം വേണ്ടി നോക്കി നിൽക്കുകയാണ്. ആ സമയം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ്, IDSA, FDSA കണക്ക് പ്രകാരമുള്ള പല കാര്യങ്ങളും ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നെറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പോവുക. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാർക്കറ്റ് ഇവിടെ എക്സ്പാൻഡ് ചെയ്യും. നിങ്ങളുണ്ടെങ്കിലും ഞാനില്ലെങ്കിലും ഇവിടെ ആരില്ലെങ്കിലും 65,000 കോടി ടേൺ ഓവറിലേക്ക് ഇന്ത്യ എത്തും. 65,000 കോടിയല്ല, 75,000 കോടി ടേൺ ഓവറാണ് ഇപ്പം ശരിക്കും നോട്ടിഫിക്കേഷൻസിലൊക്കെ വരുന്നത്. മാർക്കറ്റ് ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ മാർക്കറ്റിൽ നമുക്കൊരു പേടി ഉണ്ടാവും. മറ്റുള്ള വലിയ ജയന്റ് ആയിട്ടുള്ള കമ്പനികളൊക്കെ വന്നു കഴിഞ്ഞാൽ ആർസിഎമ്മിന് എന്തെങ്കിലും സംഭവിക്കുക. ഇവിടെ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. മാർക്കറ്റിംഗ് ലീഡേഴ്സ് പല രാജ്യങ്ങളിലും നടന്ന സംഭവം എങ്ങനെയാ വെച്ചാൽ, ബാക്കിയുള്ള കമ്പനികളിലൊക്കെ ലോകത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ മറ്റുള്ള കമ്പനികളെല്ലാം കൂടി വരുന്ന സമയത്ത് അവിടെ മാർക്കറ്റിൽ ലീഡർ ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ടാവും. അത്തരം കമ്പനികൾ ഏറ്റവും കൂടുതൽ ഇതിൽ നിന്ന് ഫലം ഉണ്ടാക്കുന്നുള്ളതാണ്. ചെറിയ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻഷുറൻസ് മേഖല. ഈ ഇൻഷുറൻസ് മേഖലയ്ക്ക് എന്താണ് പറ്റിയത്? നമുക്കറിയാം LIC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഈ LIC മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഉള്ളതിനേക്കാൾ ഇപ്പം നിങ്ങൾക്കറിയാം വിദേശ രാജ്യങ്ങളിലുള്ള ഒരുപാട് ഇൻഷുറൻസ് കമ്പനികൾ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞു. ഈ ഇൻഷുറൻസ് കമ്പനികളൊക്കെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കിയത് നമ്മുടെ LIC തന്നെ. അതേപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉള്ള കമ്പനി, ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സ് ഉള്ള കമ്പനി, ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു കമ്പനി, എല്ലാ സംസ്ഥാനങ്ങളിൽ സ്വന്തം ബിൽഡിങ്ങും സ്വന്തം സ്ഥലവും ഉള്ള കമ്പനി ആർസിഎം മാത്രം. ഈ തിരിച്ചറിവ് നമുക്കുന്നുണ്ടെങ്കിൽ ആർസിഎം ആയിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കാൻ പോകുന്ന കമ്പനി, ഏറ്റവും വലിയ ഒരു കമ്പനിയായിട്ട് മാറുന്ന, ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ബിസിനസ് എത്തിക്കുന്ന ഒരു കമ്പനി. ആർസിഎം കൂടെ ആയിരിക്കും ലോകം തന്നെ മാറി മറിയാൻ പോകുന്നത്, അല്ലെ ഇന്ത്യ തന്നെ മാറി പോകുന്നത്. ഇന്ത്യ പിന്നെ ആർസിഎം ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ഗ്ലോബൽ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇതൊക്കെ പഠിച്ചതിന് ശേഷമായിരിക്കണം നമ്മുടെ സൗരവ് ചാബ്രാജി അടുത്ത 5 വർഷത്തിനുള്ളിൽ 24 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ടേൺ ഓവറിനേക്കാൾ വലിയ ഒരു ബൂമിംഗ് ഇവിടെ നടക്കും എന്ന് പറയാൻ കാരണം ആർസിഎം ആയിരിക്കും ഇവിടെ ഈ ഇൻഡസ്ട്രിയെ നയിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ ഇവിടെ വന്നിട്ടേ ഉള്ളൂ, നമ്മൾ എവിടെ എത്തിയിട്ടില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ വലിയൊരു ലോകം, അല്ലെ വലിയൊരു ഓപ്പർച്യൂണിറ്റി, വലിയ ഒരു ബിസിനസ് സാധ്യത ഇവിടെ ഉണ്ട്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഈ ബിസിനസ് വളരെയധികം വലിയ ലെവലിലേക്ക് എത്തും. 2016, 17, 18 കാലഘട്ടങ്ങളിൽ വളരുന്നുണ്ടായിരുന്നു ഈ ഇൻഡസ്ട്രി. പക്ഷെ 2019 കൊറോണ വന്നതോടുകൂടിയാണ് ജനങ്ങൾ ഇതിനെ സീരിയസ് ആയി കാണാൻ തുടങ്ങി. കാരണം കൊറോണ വന്നു കഴിഞ്ഞപ്പം വളരെ സെക്യൂർഡ് ആണ് എന്ന് വിചാരിച്ചിരുന്ന പല കമ്പനികളും, വലിയ വലിയ പേരുകേട്ട കമ്പനി, സോക്കോൾഡ് കമ്പനികളിൽ നിന്നൊക്കെ ജോലി നഷ്ടപ്പെട്ട ആളുകളുടെ എണ്ണം ഒരുപാട് കൂടി.
ഇത് കൂടിയതോട് കൂടിയാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ബോധം വന്നത് ഒരു സെക്കൻഡ് എന്തെങ്കിലും ഒരു വരുമാനം നേടിയെടുക്കണം, ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണ് ഒരു മുതൽ മുടക്കില്ലാത്ത ഒരു പിന്നെ എന്താ പറയാ ഒരു വരുമാന സാധ്യതയിലേക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിലേക്ക് ഡയറക്ട് സെല്ലിംഗ് ഏറ്റെടുക്കാൻ ജനങ്ങൾ തയ്യാറാവുന്ന കാര്യം. കാരണം നമുക്ക് എന്തെങ്കിലും മുട്ടിയ ചെറിയും കടിക്കും എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് മുട്ടണം. ആ സമയത്ത് നിങ്ങൾക്കിപ്പോ ജോലിയുണ്ട്, ഇവിടെ ഇതില് ഫുൾ ടൈം ആക്കാത്ത ആളുകളുടെ കാര്യം കട്ട പുകയാണെന്നാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് സമർത്ഥിച്ച് കാണിച്ചു തരും. ഞാൻ പാർട്ട് ടൈം ആണ്, ഞാൻ ഇതിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ മുഴുവൻ വലിയ വില കൊടുക്കേണ്ടി വരും. ഇവിടെ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി ഡയറക്ട് സെല്ലിംഗ് ഒരു റെസ്പെക്റ്റഡ് ജോബ് ആയിട്ട് ഇവിടെ ആളുകൾ കാണാൻ തുടങ്ങി. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പുതിയ ടെക്നോളജി. സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഓക്കെ സ്ലൈഡ് ഫോർകാസ്റ്റിംഗ് നിൽക്കുന്നു. ഓക്കെ. അപ്പൊ ലെജിസ്ലേഷൻ വന്നു, റിപ്പോർട്ട് 64,500 കോടി, ഞാൻ പറഞ്ഞ ഗൈഡ് ലൈൻസ് വന്നു. ഇതിന്റെ കാര്യങ്ങളാണ് ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഡയറക്ട് സെല്ലിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് 2021 വന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇവിടെ ഞാനിപ്പോ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഗൈഡ് ലൈൻസ് 2016 വന്ന റെഗുലേഷൻസ് ഇൻ ഇന്ത്യ എംഎൽഎം ഡിച്ചോസാഞ്ചലി വന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ഇപ്പൊ കാണിക്കുന്നത് നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ ഏറ്റവും അവസാനമായിട്ട് വന്ന ഗസറ്റിൽ വന്ന നമ്മുടെ എന്താ പറയാ ഗൈഡ് ലൈൻസിൽ വന്നതിന് ശേഷമുള്ള ലെജിസ്ലേഷൻ വന്നു, നിയമനിർമ്മാണം വന്നു തുടങ്ങിയതിനുള്ള ഇതാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് റവന്യൂ ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ മ്യൂസിക് 1,500 കോടിയാണ് ഇവിടെ ഒരു വർഷം കൊടുക്കുന്നത്. 2,850 കോടിയാണ് ബോളിവുഡ് കൊടുക്കുന്നത്. നിങ്ങൾക്കൊന്ന് ആലോചിക്കുക, ബോളിവുഡ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഏറ്റവും വലിയ ഒരു ബിസിനസ് സാധ്യതയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഈ സമയത്ത് നിങ്ങൾക്ക് നോക്കുന്നേരം ഇന്ത്യൻ പ്രീമിയർ ലീഗ്, ഓൺലൈൻ ഗെയിമിംഗ് ഇൻഡസ്ട്രി, ഓൺലൈനിലുള്ള ഗെയിമിംഗ് ഒക്കെ ഒരുപാട് പൈസ കൊടുത്ത് വരുന്നുണ്ട്. ഓർഗാനിക് ഫുഡ് മാർക്കറ്റ്, അതേമാതിരി സ്കിൻ കെയർ പ്രൊട്ടക്ഷൻ ഇൻഡസ്ട്രി, ഇതൊക്കെ ഈ സമയം കൊണ്ട് ഇതിനെയൊക്കെ ഓവർടേക്ക് ചെയ്യാൻ നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഏകദേശം കഴിഞ്ഞു. 16,800 കോടിയിലേക്ക് ഒരു 2 വർഷം മുമ്പ് എത്തി എന്ന് പറയുമ്പോൾ ഈ പുതിയ 2024 എത്തിയിട്ടില്ല. 2021 ഇത് എത്തിയെന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഇത് എത്രമാത്രം വലുതാണ് നമ്മളിത് അറിയുന്നില്ല എന്നുള്ളൂ. നിങ്ങൾ കുറെ ചായപ്പൊടിയും മുളകും വാങ്ങി നിങ്ങൾ ഉപയോഗിച്ച് കാണുന്ന വീടിന്റെ അടുത്തുള്ള 2 ആളുകളോട് പറഞ്ഞ് ആ രീതിയിലാണ് ഈ ബിസിനസ് നമ്മളെല്ലാവരും കൊണ്ടുപോകുന്നത്. നിങ്ങളെന്ന് പറഞ്ഞു പോവുകയാണ്. നമ്മളെല്ലാവരും പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മളെക്കാട് മുമ്പ് ഇത് പല ആൾക്കാരും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഡയറക്ട് സെല്ലിംഗ് ഇനി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏകദേശം ഒരു 140 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ ഏകദേശം 16,800 കോടി ഒരു 2 വർഷം മുമ്പ് ഇവിടെ ടേൺ ഓവർ വന്നു കഴിഞ്ഞു. ഇവിടെ ഏകദേശം ഒരു 20 കോടിയുടെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞു ലോകത്തിൽ തന്നെ ഉള്ളത്. 174 ലക്ഷം, അതായത് ഏകദേശം ഒരു 2 കോടിയിൽ ആളുകളാണ് ഇതിൽ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെറുതായിട്ടെങ്കിലും സീരിയസ് ആയിട്ട് ബിസിനസ്. നമുക്ക് ആർസിഎമ്മിൽ 4 കോടി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറയുന്ന സമയത്ത് 4 കോടി ആളുകളും സീരിയസ് അല്ല. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന സമയത്ത് ഇന്ത്യയുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലുള്ള 4 ഭാഗങ്ങളായിട്ട് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നോർത്തേൺ റീജിയൻ 28% ശരിക്കും ഡയറക്ട് സെല്ലിങ്ങിലൂടെയുള്ള ടേൺ ഓവർ കൊണ്ടുവരുന്നത്. സദേൺ റീജിയൻ 26%, ഈസ്റ്റേൺ റീജിയൻ 28%, വെസ്റ്റേൺ റീജിയൻ 23%, നോർത്ത് ഈസ്റ്റ് 10%, സൗത്ത് 13%. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് നോർത്തേൺ റീജിയൻ പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ ആ ഭാഗത്തുള്ള 28% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ. സദേൺ റീജിയൻ 26%, ഈസ്റ്റേൺ റീജിയൻ 28%, വെസ്റ്റേൺ റീജിയൻ 23%, നോർത്ത് ഈസ്റ്റ് വിഭാഗങ്ങൾ 10%, സൗത്ത് ഇന്ത്യ 13% മാത്രമാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആർസിഎമ്മിന്റെ സെനാറിയോ അല്ല ഞാൻ പറയുന്നത്.
മൊത്തം ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിലുള്ള കണക്കുകളാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതില് നമുക്ക് സ്റ്റേറ്റ് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 5 സ്റ്റേറ്റുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇന്ത്യയിലുള്ള ടോപ്പ് വരുന്ന 5 സ്റ്റേറ്റുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു അത്ഭുതം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് മഹാരാഷ്ട്രയാണ്, സെക്കൻഡ് വെസ്റ്റ് ബംഗാളാണ്, തേർഡ് UP ആണ്, ഫോർത്ത് ബീഹാറാണ്, 5 ഒറീസയാണ്. എന്തെങ്കിലും തോന്നുന്നുണ്ടോ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ? നമ്മൾ RCMന്റെ അല്ല ഞാനിത് പറയുന്നത്, RCMന്റെ കംപ്ലീറ്റ് വ്യത്യാസമാണ്. മൊത്തം ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു പതിപ്പാണ് ഞാനിപ്പോ ഇവിടെ പറയുന്നത്. ഇവിടെ കേരളം എത്തിയിട്ടില്ല. കേരളത്തിലാണ് RCM ഡെവലപ്പ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് തോന്നുമ്പോൾ ഇതിലൊന്നും കേരളം ഇല്ല. അപ്പൊ നമ്മളെക്കാട്ടിലൊക്കെ എത്രയോ കൂടുതൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ബിസിനസ് ചെയ്യുന്ന മറ്റ് സംസ്ഥാനങ്ങൾ, നിങ്ങൾക്ക് ബീഹാറൊക്കെ നോക്കുക. നിങ്ങൾ ബീഹാറൊക്കെ കേരളത്തിനെക്കാട്ട് പ്യുവർ എഡ്യൂക്കേറ്റഡ് ഒരു സ്റ്റേറ്റ് ആണ് ഒറീസ. UP ഒക്കെ പിന്നെ കുറച്ച് വലിപ്പമുണ്ടെന്ന് ചെയ്യുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, ബീഹാറും വലിപ്പമുണ്ട്. അല്ല, ഞാൻ പറയുന്നത് കേരളം എവിടെയും എത്തിയിട്ടില്ല. നമ്മൾ വെറും വളരെ ചുരുങ്ങിയ ലെവലിൽ എത്തിയപ്പോ തന്നെ നമ്മളാണ് ഈ ഇതിലെ RCMനെ നയിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തുന്ന പറയുമ്പോൾ നമ്മൾ എവിടേക്കോ ആണ്, ഞങ്ങളാണ് ഏറ്റവും വലുത് എന്ന് വിചാരിച്ചിരിക്കാനൊന്നും ആയിട്ടില്ല. ഇവിടെ നമുക്ക് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതില് ടോപ്പ് 5 ഞാൻ പറഞ്ഞു കേരളം ഇല്ല ഇപ്പോഴും. അടുത്ത 3 വർഷത്തിനുള്ളിൽ 64,500 കോടി ടേൺ ഓവറിലേക്ക് ഇന്ത്യ എത്തുന്ന സമയത്ത് നമ്മളൊക്കെ എവിടെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു thumbs up തന്നാൽ, അല്ലെങ്കിൽ ഞാൻ കുറെ കണക്കുകൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. എനിക്ക് എല്ലാവരും ഒരു പേടിയോടെയോ ഒക്കെ നോക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞാനിത് ഈ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗൂഗിളിലായാലും നെറ്റിലായാലും ഒക്കെ ഇതിന്റെയൊക്കെ ഒരു ഞാൻ പറയുന്ന എന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്റെ രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഞാനിപ്പോ. കാരണം ഞാൻ ഇതിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ സ്വർണ്ണപ്പണിക്കാരനാണ്. സ്വർണ്ണപ്പണി എടുത്ത് എന്റെ ജീവിതം, എന്റെ കുട്ടികൾ, എന്റെ ഭാവി, എന്റെ തലമുറ ഒന്നുമല്ലാത്ത രീതിയിൽ നിന്ന് വളകി പോകുന്നത് അടുത്തൊരു 7-8 തലമുറയ്ക്കുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്റെ കൊണ്ടുവന്നിരിക്കുന്ന ആളുകളോട് ഞാൻ ഒരിക്കൽ കൂടി ഷീസാറിനായാലും ബിപിൻ സാറിനായാലും വേണു സാറിനായാലും ഹേമന്ത് സാറിനായാലും നാരായണേട്ടനായാലും സുജിത് സാറിനായാലും മൂർത്തി സാറിനായാലും എന്നെ ഈ ഇതിലേക്ക് കൊണ്ടുവന്നത് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും നിങ്ങൾക്ക് നന്ദി പറയാം. കാരണം ഇതിനേക്കാൾ വലുതൊന്നും ലോകത്ത് വരാനില്ല, എന്റെ ജീവിതത്തിൽ കിട്ടാനില്ല. അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങൾ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മെയിൽ ഡോമിനേഷൻ വാസ് ഡിക്രീസ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മെയിൽ ഡോമിനേഷൻ കുറഞ്ഞു വരുന്നുണ്ട്. ഇവിടെ ശരിക്കും വേൾഡ് വൈഡ് നോക്കുന്ന സമയത്ത് 73% സ്ത്രീകളാണ്. ഇത് ശരിക്കും സംഭവിച്ചിരിക്കുന്നതും 2018, 2019 കാലഘട്ടങ്ങളിൽ 49% സ്ത്രീകളും 51% പുരുഷന്മാരുമായിരുന്നു ഈ ഒരു മേഖലയിൽ നിന്നിരുന്നെങ്കിൽ, ഇത് നേരെ 2020, 2021 കാലഘട്ടങ്ങളിൽ 51% ഫീമെയിലായി. ഷൈമാമയുടെ ഒക്കെ കൈ ഒന്നിരുന്നതാണ്. 51% ഫീമെയിൽ വന്നു. ഈ ഫീമെയിൽ വന്നതിന് ശേഷം ഇവിടെ വേൾഡ് സെനാരിയോ എടുത്താൽ 74% ലേഡീസ് ആണ് ഈ ഒരു ഇൻഡസ്ട്രി കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സ് ഉണ്ട്. ഇതെന്തായിരിക്കും കാരണം? ഒന്ന്, ലേഡീസിന് സ്ത്രീകള് എന്താ പറയാ, പുകവലിക്കില്ല, വെള്ളടിക്കില്ല, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാവും, അവർ കുടുംബത്തിനെ നോക്കാൻ അവരുടെ അടുത്ത് പൈസ കിട്ടിയാൽ ആ കുടുംബം രക്ഷപ്പെടും എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, വലിയ എഡ്യൂക്കേഷൻ ഇതിന് വേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് വേണ്ട എഡ്യൂക്കേഷൻ നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്, ഈ ഇൻഡസ്ട്രി തന്നെ കൊടുക്കുന്നുണ്ട്. വലിയ രീതിയിലേക്ക് സ്ത്രീകളുടെ ജീവിതം മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുന്ന, ആണുങ്ങളെക്കാൾ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾക്കാണ്. ഇതൊക്കെ ഇതിനെ ബാധിക്കുന്നതാണ്.
അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 24 വർഷം കൊണ്ട് ഉണ്ടാക്കിയതിനേക്കാളുള്ള വളർച്ച 2016 തൊട്ട് 19 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായി എന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. 2016 മുതൽ 19 വർഷം കൊണ്ട് വലിയൊരു വളർച്ച ഈ ഇൻഡസ്ട്രിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കാലഘട്ടങ്ങളിൽ ശരിക്കും പഴയ പടക്കുതിരകൾ, പഴയ ഒരുപാട് കമ്പനികൾ, പഴയ ഒരുപാട് നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷ വെച്ചിരുന്ന വലിയ 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 ലീഡേഴ്സ് ഒക്കെ കാണാതെ പോയിട്ടുണ്ട്. അതിന് ഒരുപാട് വേറെയും കാരണങ്ങൾ ഉണ്ടാവാം. അവർക്ക് ഇതിന്റെ നമ്മൾ വലിയൊരു പിൻ ലെവലിൽ എത്തി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ട്, ഈ ഒരു ഇൻഡസ്ട്രിയെ പറ്റി ഇപ്പോഴും നിങ്ങൾക്ക് എത്രമാത്രം തിരിച്ചറിവുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇതിൽ നിൽക്കൂലേ എന്നുള്ള കാരണങ്ങൾ പറയും. ഇപ്പം കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ മൂർത്തി സാർ നമ്മളോട് പറഞ്ഞു, ടെക്നിക്കൽ അച്ചീവേഴ്സിന് ആയതിനു ശേഷം വരെ ഈ ഒരു ഇൻഡസ്ട്രി വിട്ടുപോയ ആളുകൾ ആർസിഎമ്മിലുണ്ട്. ആർസിഎമ്മിൽ മാത്രമല്ല, ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. കാരണം എന്തായിരിക്കും? ഇതൊരു പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി മാത്രമായിട്ട് പല ആളുകളും ഇതിനെ കണക്കാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. ഇവിടെ വൈ ഇന്ത്യ ഈസ് ദ ബെസ്റ്റ് നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫ്ലറിഷ് ചെയ്യാൻ പോകുന്ന ദ ബെസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. കാരണം ഇതിന് വേണ്ടത് ജനങ്ങളാണ്, അല്ലെ? നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്ന ജനങ്ങളാണ്. 140 കോടി ജനങ്ങളുണ്ട് ഇവിടെ. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ. ഈ ഇന്ത്യയിൽ ഇത് 1% ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഒരു 2-3% എത്തിയാൽ പോലും ഇന്ത്യ ലോകത്തിനെ മറികടക്കും. ശരിക്കും ഇതൊരു ഞാൻ ഇതിൽ നോക്കിയ സമയത്ത് ഇപ്പൊ തന്നെ ഏകദേശം ഈ ഇൻഡസ്ട്രി ഒരു 4 വർഷം മുമ്പ്, 5-6 വർഷം മുമ്പ് ഏകദേശം ഒരു 17ാമത്തെ 20 റാങ്കിങ്ങിൽ, വേൾഡ് വൈഡ് റാങ്കിങ്ങിൽ 20ന്റെ ഉള്ളിൽ ഏകദേശം ഒരു 17 അങ്ങനെയാണെന്നാണ് എന്റെ ഓർമ്മ. ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ 10ന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ലോകത്തിലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ മേഖലയിലെ ഇൻഡസ്ട്രിയിലെ 10ൽ ഉള്ളിൽ എത്താൻ ഇന്ത്യക്ക് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയൊരു ശതമാനം വെച്ച് ഒരു 5%, ഒരു 10%ന്റെ ഉള്ളിലൊക്കെ ആളുകൾ ഇത് തിരിച്ചറിയാൻ തുടങ്ങിയ ഈ ഇൻഡസ്ട്രി എവിടെ എത്തും? ലോകത്തിലെ നയിക്കുന്നത് ഇന്ത്യയായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ കേരളീയർ, മലയാളീസരായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ കൊയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇന്ത്യ ഈസ് ദ യങ്ങസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യങ്ങസ്റ്റ് കൺട്രിയാണ് ഇത് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് കൺട്രി, ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ ഉള്ളത് ഇന്ത്യയിലാണ്. 140 കോടി ജനങ്ങൾ ഉള്ളതിൽ ഏകദേശം 60%-ഓളം എന്താ പറയാ യങ്ങസ്റ്റാണ്. അപ്പൊ ഇതിന്റെ ഒരു കണക്ക് ഇവിടെ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഇതിപ്പോ നോക്കുക, 18 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ആളുകള് 15% ആളുകൾ, 25നും 34നും ഇടയിലുള്ളത് 35% ആളുകൾ, 35% 44 വയസ്സിനും ഇടയിലുള്ള 29% പേര്, 45നും 54നും ഇടയിലുള്ളത് 17% ഇൻഡസ്ട്രിയിലുള്ളത്, 55ന് മുകളിലുള്ളവർ 4% പേര്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയാ, ഇപ്പം ഹേമന്ത് സാറും അങ്ങനെയുള്ള വലിയ വലിയ ലീഡേഴ്സും ഒക്കെ നമുക്ക് ലിസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് നമ്മൾ ആളുകളെ വിളിക്കാൻ വേണ്ടി നമ്മളൊന്ന് ടിക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് 25 വയസ്സിനും 54 വയസ്സിനും 55 വയസ്സിനും 80 വയസ്സിനും ഇടയിലുള്ള ആളുകളെ നോക്കി ടിക്ക് ചെയ്യണം എന്ന് പറയാനുള്ള മെയിനായിട്ടുണ്ടായ കാരണം ഇതാണ്. 55 വയസ്സിനുള്ള മുകളിലുള്ള ആളുകൾ ഇതിലില്ല, അവര് അച്ചീവർ ആവൂല, അതിൽ അച്ചീവേഴ്സ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൽ വലിയ വലിയ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു ഉള്ളിൽ തീയുള്ള ആളുകളാണ്. ഈ 50 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഒരാള് റിട്ടയർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ചെറുപ്പം മുതലേ കൊണ്ടുപോകുന്നത് 50 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ റിട്ടയർഡ് ആയി, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് ചിന്തിക്കുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളാണ്. അപ്പൊ ഇവരെ എല്ലാവരും അറിയില്ല. അപ്പൊ എന്റെ ടീമിൽ തന്നെ 74 വയസ്സുള്ള ഒരു തങ്കമണി മേഡം,
അവര് പിന്നെ ഇപ്പൊ ഓപ്പണർ പിൻ അച്ചീവ് ചെയ്തിട്ട് ഇന്ന് രാവിലത്തെ പ്രോഗ്രാമിൽ എനിക്ക് ബോണസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ വേണ്ടി 2 3 4 മാസത്തിനുള്ളിൽ ഞാൻ സ്റ്റാർ ആവും എന്ന് പറയുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ളിൽ തീയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മൊത്തത്തിലുള്ള ആളുകൾ ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. അതൊക്കെ എന്താ പറയാ എക്സെപ്ഷൻസ് ആണ്. അവരെ നമുക്കൊരു ഉദാഹരണമാക്കി കൂട്ടാൻ പറ്റില്ല. അപ്പൊ 55 വയസ്സിനുള്ള മേലുള്ള ആൾക്കാർ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ വലിയ വലിയ ലീഡേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്നാണ്. നമ്മൾ ഇതുവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല പലരെയും. കാരണം ചെറിയ കുട്ടികൾ, നമ്മളിപ്പോ ഒരു പ്ലാൻ ഒക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് കുട്ടികൾ ഒരു 20 വയസ്സിന് താഴെയുള്ള കുട്ടികളോ 25 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരോട് പറയാൻ നമ്മൾ ശ്രമിക്കാറില്ല. പക്ഷെ അത് നേരെ തിരിച്ചു വരേണ്ടി വരും. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ഇന്ന് ഇന്ത്യ എത്തിയിരിക്കുന്നത് ഒരു ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജിയിലാണ്. 2 സ്ട്രാറ്റജികൾ. ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി അതൊരു ബിസിനസ് പറയുന്ന ഒരു വേർഡാണ്. ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി എന്നൊക്കെ പറയും. അതായത് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ആളുകൾ വന്നാലും അവർക്കൊക്കെ രക്ഷപ്പെടാനും അവർക്കൊക്കെ വിജയിക്കാനും പറ്റുന്ന ഒരു മേഖലയായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറിയിട്ടുണ്ട് ഇപ്പം. റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ? റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, കോമ്പറ്റീഷൻ കൂടുതലേ. ഇപ്പൊ ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LIC എന്ന് പറയുന്ന ആ ഒരു മേഖല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഒരു LIC ആയിട്ട് ഒരാളടുത്തേക്ക് പോയാൽ ഇൻഷുറൻസ് ആ വീട്ടിൽ ചിലപ്പം നിങ്ങളെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന LIC ഏജൻസ് ഉണ്ടാവും. LICയിൽ വലിയ വലിയ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ. കാരണം LIC എന്ന് പറയുന്നത് ഒരുപാട് കമ്പനികളോട് വന്നതോടുകൂടി ഇവിടെ പിന്നെ ഭയങ്കര കോമ്പറ്റീഷൻ. അപ്പൊ ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു 2 ഡോക്ടർ 2 കാർഡിയോളജിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ 2 കാർഡിയോളജിസ്റ്റും കൂടി ഒരു 10 20 പിന്നെ എന്താ പറയാ മറ്റേ മെഡിക്കൽ റെപ്പർമാരാണ് അവിടെ വരുന്നത്. അപ്പൊ ഇവരുടെ ഈ 2 ഡോക്ടേഴ്സിന്റെ അടുത്തുനിന്ന് വേണം ഇവർക്ക് മരുന്നിന്റെ കുറിപ്പ് കിട്ടാൻ, പ്രിസ്ക്രിപ്ഷൻ കിട്ടാൻ. അപ്പൊ ഇത് അവിടെ ഒരു അടിപിടി കൂടുന്ന ലെവലിലേക്ക് എത്തിയെത്താം. പക്ഷെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം 140 ജനങ്ങളുണ്ട്. യങ്ങസ്റ്റ് കൺട്രിയാണ്. ബാക്കിയുള്ള കമ്പനികളൊക്കെ ഇവിടെ വരാൻ നിൽക്കുകയാണ്. ബാക്കിയുള്ള കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് വരാൻ നിൽക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഈ ഒരു 140 കോടി ജനങ്ങളുണ്ട്. അതിൽ യങ്ങസ്റ്റ് കൺട്രി, ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതലുള്ള ലോകത്തിലെ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, റെഡ് ഓഷ്യൻ സ്ട്രാറ്റജിയിൽ അന്ന് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജിയിലാണ് ഇന്ത്യ പോകുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ വലിയ ഒരു എന്താ പറയാ മാറ്റം ഇവിടെ വരാൻ പോവുകയാണ്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും. അപ്പൊ നമ്മളെല്ലാവരും, ഞാൻ അടക്കമുള്ള ആളുകൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, റെഡ് ഓഷ്യൻ സ്ട്രാറ്റജിയിലാണ് പോകുന്നതെങ്കിൽ അവിടെ വലിയ ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സെനാറിയോ അല്ല. ഇത് നമുക്കെല്ലാവർക്കും, ഏത് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവനും ജാതി മതം ഒന്നും പ്രശ്നമില്ലാത്ത ഒരാൾക്കും, പ്രത്യേകിച്ച് RCMല് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു കമ്പനി RCM മാത്രമേ. ബാക്കിയുള്ള കമ്പനികൾക്ക് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ജീവിക്കാൻ വേണ്ടി മറ്റു പല കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യേണ്ട ഗതികേടാണ്. പക്ഷെ RCMൽ അങ്ങനെയല്ല. നിങ്ങൾ ജീവിച്ചു പോയത്. ഇപ്പൊ ഞാനിട്ട പാന്റ്, ഷർട്ട്, പേന, ഇന്ന് രാവിലെ കഴിച്ച ഭക്ഷണങ്ങൾ, ഷൂ, സോക്സ്, ഇങ്ങനെ ഹേമന്ത് സാറൊക്കെ എപ്പോഴും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് കാണാം. ഇങ്ങനെ പറയാൻ പറ്റുന്ന എത്ര കമ്പനികൾ ഇവിടെ ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. അപ്പൊ ഇനി നമ്മളെ പ്രവർത്തന രീതിയിൽ കൊണ്ടുവരേണ്ട ഒരു 7 പോയിന്റ്സും കൂടി പറഞ്ഞ് ഞാൻ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ നിന്ന് എന്താ പറയുക വിചിന്തനം നമുക്ക് ആവശ്യമാണ്. എങ്ങനെ നമുക്കിതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. നോ മോർ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ്. പല ആളുകളും ഇപ്പൊ സാറൊക്കെ എന്നെ വിളിച്ച് പല പ്രാവശ്യവും പറയുന്നതാണ്, കോഴിക്കോട് തന്നെ കളിച്ചോ കേട്ടോ, ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഒന്നും പോണ്ടെന്നൊക്കെ പറയുന്നത്. ഇത് ശരിക്കും സത്യത്തിൽ ഞാനിത് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ എൻ്റെ പല ലീഡേഴ്സിനെയും ഓർത്തു. കാരണം നമ്മള് എല്ലാ സ്ഥലങ്ങളിലും വിത്ത് പാകേണ്ട സമയം നമ്മൾ കഴിഞ്ഞു. നോ മോർ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് നിങ്ങളെ ബാധകമല്ല. നമ്മൾ ഈ ഒരു എന്താ പറയാ ഡിസ്ട്രിക്റ്റിലേ നിൽക്കൂ, ഈ പഞ്ചായത്തിലേ നിൽക്കൂ, ഈ ഒരു കേരളത്തിലേ നിൽക്കൂ, ഈ ഒരു ഡിസ്ട്രിക്റ്റിലേ നിൽക്കൂ, എൻ്റെ ഈ വീടിന്റെ അടുത്തുള്ള ആളുകൾ കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എന്ന് പോകുന്ന സമയത്ത് നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്നല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഒരു വിത്ത് പാകിയാൽ അവര് നിങ്ങളുടെ സഹായമില്ലാതെ അവിടെ താഴ്ച വളർന്നോളും.
അതൊരു വലിയൊരു ഘടകമാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഉണ്ടോ അവിടുന്ന് നിങ്ങൾ ഉണ്ടെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും അനങ്ങുള്ളൂ, അവരനങ്ങുള്ളൂ. മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. നിങ്ങൾ ഗൈഡ് ലൈൻസ് കൊടുത്താൽ പോലും അവർ തഴച്ച് വളർന്നോളും. കാരണം അത് ഒരു സെൽഫ് ലീഡേഴ്സ് ആയിട്ട് അവർ മാറും. ഏറ്റവും വലിയ കാര്യമാണ്. ഇതിനൊക്കെ നമുക്ക് ടെക്നോളജി ഉപയോഗിക്കാം. സൂം ഉണ്ട്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ബാക്കിയുള്ളവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കൊടുക്കാം. അത് മാത്രമല്ല, ടെക്നോളജി, പുതിയ ടെക്നോളജി നമ്മൾ പഠിക്കണം. പുതിയ ടെക്നോളജി പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ പഴയ ഇപ്പോഴും സത്യത്തില് ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റാത്ത, പിന്നെ വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത ലീഡേഴ്സ് ഉണ്ട്. ഫേസ്ബുക്ക് ഇല്ലാത്ത. ഇതൊക്കെ നിങ്ങൾ ഈ ബിസിനസ്സിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരാളായിട്ട് മാറണം. ഞാൻ ഒന്നുകൂടി അതിലേക്ക് വരാം. ഫോക്കസ് ഓൺ യങ്സ്റ്റേഴ്സ് ആൻഡ് സ്റ്റുഡൻറ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളിലേക്ക്, 18 വയസ്സ് കഴിഞ്ഞ ആളുകളിലേക്ക്, സ്റ്റുഡൻസിലേക്ക് ഈ ഒരു ബിസിനസ് നിങ്ങൾ എത്തിക്കണം. അതേമാതിരി എക്സ്പ്ലോർ സോഷ്യൽ മീഡിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് ഇനി അങ്ങോട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എന്താണോ അതാണ് ശരിക്കും സോഷ്യൽ മീഡിയ. നിങ്ങൾ പലപ്പോഴും പിന്നെ എന്താ പറയാ, നിങ്ങൾ ആരാണെന്ന് നമുക്ക് ഇപ്പം ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് എന്റെ പിന്നെ പ്രൊഫൈൽ, അതായത് എന്താ പറയാ, ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവും. വാട്സപ്പിൽ പോലും സ്വന്തം ഫോട്ടോ വെക്കാത്ത ആളുകളുണ്ട്. എന്തായിരിക്കും കാരണം? എങ്ങനെ നിങ്ങൾ വേറൊരാൾ നിങ്ങളെ വിശ്വസിക്കുക? ഞാനൊരു കാര്യം പറയുന്നത്, ഈ ഒരു ബിസിനസ്സിലേക്ക് വലിയ പിന്നെ ഇപ്പം ഷൂലിനി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള പിന്നെ പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയിരുന്ന കുട്ടികളുണ്ട്. ഇവരൊക്കെ ചിന്തിക്കുക ഏറ്റവും നല്ല കമ്പനി ആർഷ്യൻ തന്നെ ആയിരിക്കും തിരഞ്ഞെടുക്കുക 100%. അത് കഴിഞ്ഞാൽ ഞാൻ ആരുടെ കൂടെ പോകണം എന്ന് അവരുടെ ഓൾറെഡി പഠിച്ചിട്ടാണ് അവർ വരിക. അപ്പൊ അവരിവിടെ ചിന്തിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നെ ഏത് ലീഡറുടെ കൂടെയാണ് ഞാൻ പോകുന്നത്, ഞാൻ പോകേണ്ടത്, ഏത് ലീഡറാണ് ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയാ ട്രെയിനിങ് കൊടുക്കുന്നത്, ട്രെയിനിങ് അറിയാവുന്ന ആളുകൾ, ഈ മേഖലയെ പറ്റി കൂടുതൽ പഠിച്ച ഒരു ലീഡർ ആരാണ് എന്ന് ചിന്തിക്കും. അപ്പൊ നമ്മൾ എവിടെയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ പോലും ഇല്ലെങ്കിൽ അവർ നിങ്ങളെ കാണുക പോലും ഇല്ല. പിന്നെ വുമൺ എംപവർമെന്റ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു. വുമൺ എംപവർമെന്റ് ഏറ്റവും കൂടുതൽ വരുന്നതാണ് ടെക്നോളജിക്കലി ഇൻവേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പിന്നെ സോഷ്യൽ മീഡിയ എക്സ്പ്ലോർ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു. സോഷ്യൽ മീഡിയ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ ടെക്നോളജി തൊടാതെ ഇന്ന് ഒന്നും നടക്കില്ല. കാലാഹരണപ്പെട്ടു നമുക്ക് 6 ബേസിക്, 7 കർദിന, ലിസ്റ്റ് മേക്കിംഗ്, ഇതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ കാസർഗോഡുള്ള ഒരാൾക്ക്, ഇപ്പൊ അനീഷ് രവീന്ദ്രൻ സാറൊക്കെ എന്നോട് ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുന്നേ വിളിച്ചു പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് പിന്നെ എന്താ പറയാ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് ടീമുണ്ട്. കാരണം അവരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നതും കറക്റ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുമല്ല, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിവേഴ്സ് പാരന്റിങ് സിസ്റ്റം ഉണ്ട്. റിവേഴ്സ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ, അപ്പൊ എന്റെ അച്ഛനൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നത് എന്റെ മക്കളോട് ചോദിച്ചിട്ടാണ്. അങ്ങനെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ വീട്ടിലൊക്കെ. അപ്പൊ റിവേഴ്സ് പാരന്റിങ് എന്നുള്ള സംശയം, അതായത് കുട്ടികൾക്ക് ഇതൊരു കളിപ്പാട്ടാണ്. നമുക്ക് അങ്ങനെ അല്ലെങ്കിലും കുട്ടികൾക്ക് ജനിച്ചു വീഴുന്ന ചെറിയ കുട്ടികൾക്ക് അവര് ഈ ഒരു ടെക്നോളജി കണ്ടുകൊണ്ടാണ് വളരുന്നത്. അവർക്ക് ഇതിൽ എന്തും ചെയ്യാനുള്ള അറിവുണ്ട്. അപ്പൊ അവരിത് പഠിച്ചു വരുന്ന സമയത്ത് അവര് അതിൽ കൂടി ആയിരിക്കും ആളുകളെ സെർച്ച് ചെയ്യുക, ലീഡർമാരെ സെർച്ച് ചെയ്യുക. പിന്നെ ഒന്ന്, ബി എ ബ്രാൻഡ്. നിങ്ങളൊരു ബ്രാൻഡാണോ? എന്നോട് പല കാര്യം ചോദിക്കും. എന്റെ പല പ്രോഗ്രാമുകളുടെയും ഞാൻ തന്നെയാണ് എന്താ പറയാ ഷെയർ ചെയ്യുന്നതും. കാരണം നമ്മളെ വളർത്താൻ നമ്മളെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മളെ ആരെങ്കിലും വന്ന് പൊക്കിപ്പിടിച്ച് നിങ്ങൾ വലുതാക്കും എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നാൽ നിങ്ങൾ ശിലായുഗക്കാരനായി പോവുകയാണ്. ഇത് ഞാൻ ഒരുപാട് സമയം മുമ്പേ ഞാൻ മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ, ഏത് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ ബിസിനസ് സീരിയസ് ആയി നിങ്ങൾ ചെയ്യുന്ന ഒരാളാണോ എന്നുള്ളത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ പല ആൾക്കാരുടെയും, ഞാൻ ഇതിലിരിക്കുന്ന ലീഡേഴ്സിന്റെ തന്നെ ഫേസ്ബുക്ക് ഇതൊക്കെ നോക്കുമ്പോൾ ആവശ്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കാണാം. അടുത്ത തലമുറ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടേക്കും നിങ്ങളെ
ലീഡർ ആക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. എങ്ങനെ സെൽഫ് ബ്രാൻഡിങ് ആക്കാൻ, ഫോക്കസ് ഓൺ ഫാസ്റ്റ് അച്ചീവ്, നിങ്ങളൊരു പെട്ടെന്ന് അച്ചീവ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ടീമിനെ കൊണ്ടുവരിക. ബിൽഡിംഗ് എ പേഴ്സണാലിറ്റി ആൻഡ് ക്യാരക്ടർ, നിങ്ങളൊരു പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ, ഒരു ഒരു എന്താ പറയാ, ഒരു ഒരു ക്യാരക്ടർ ഉള്ള ഒരു ആളായിട്ട് മാറുക. അതേപോലെ തന്നെ റൈറ്റ് എഡ്യൂക്കേറ്റ് യുവർ ടീം, ഇതൊരു വലിയൊരു കാര്യമാണ്. നിങ്ങളുടെ ശരിക്കുള്ള ഒരു എന്താ പറയാ, നിങ്ങളുടെ ടീമിൽ ഒരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഒന്ന് ആലോചിച്ചു. ഒരു ഈഗിൾ പിൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവര് സ്വന്തമായിട്ട് പ്ലാൻ പറയാൻ പഠിക്കണം. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ അടുത്ത് വരുന്ന എന്ത് ഇന്നോവേഷൻസും എത്ര എക്സ്പ്ലോർ ചെയ്യുന്ന വലിയ രീതിയിൽ വന്നാലും നമ്മുടെ ടീം ഇരുന്നിടത്ത് തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പൊ ഈ രീതിയിൽ നിങ്ങളുടെ ടീമിനെ ട്രെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ടീമിൽ എത്ര പേര് ട്രെയിനിങ് നിരന്തരം കയറുന്നുണ്ട്? ഈ രാവിലേക്കുള്ള 11 മണിന്റെ പ്രോഗ്രാം, അതേപോലെ 7:15 റോസസ്, കേരള റോസസ്, 9 മണിക്ക് 8:45 പിന്നെ നമ്മുടെ ഓൾ കേരള, നമ്മുടെ ഹേമന്ത് സാറിന്റെ ഇതിലുള്ള കേരള പ്ലാറ്റ്ഫോം, ഇതിലൊക്കെ വലിയ ഒരുപാട് ആളുകളുടെ എക്സ്പീരിയൻസ് ഷെയറിങ്ങും പല രീതിയിലുള്ള ക്ലാസ്സുകളും വരുന്നുണ്ട്. എത്ര പേര് ഇത് അറ്റൻഡ് ചെയ്യുന്നു? ഞാനെല്ലാം പഠിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങളെ കണ്ടിട്ടാണ് നിങ്ങളുടെ ടീമിലുള്ള ഓരോരുത്തരും ഇതിനകത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ടീം കോപ്പി ചെയ്യുക, നിങ്ങൾ പറയുന്നതല്ല. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. സമയം കിട്ടുന്നവരും വലിയ വലിയ ലീഡേഴ്സിനൊന്നും അതിൽ കയറാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഇത് പഠിക്കേണ്ടത് നിങ്ങൾ ഡെപ്തില് നിങ്ങളുള്ള ആളുകൾക്ക് പിന്നെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് ഇനി അങ്ങോട്ട്, ഞാൻ പറഞ്ഞു 5 വർഷം 10 വർഷത്തിനുള്ളിൽ ഇത് വലിയ ഫ്ലറിഷ് ചെയ്യാൻ പോവുക. ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് പിന്നെ ഞാൻ പറയാതെ നിനക്കറിയാം. ട്രെയിനിങ് പ്രോഗ്രാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യം. ഈ ബിസിനസ് നിങ്ങൾ സീരിയസ് ആയി ചെയ്യുന്നതിന്റെ ഒന്നും ഓർത്തോടാ. നിങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ടീമിലുള്ള ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ പിന്നെ വലിയ ആളാവണം, വലിയ ലെവലിൽ എത്തണം, വലിയ അച്ചീവ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം, കാർ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ട്. പക്ഷെ ഞാനൊരു മീറ്റിങ്ങിന് ഞാൻ അറ്റൻഡ് ചെയ്യില്ല, ഒരു മീറ്റിങ്ങിലേക്ക് ഞാൻ പെന്നും പേപ്പറും എടുത്ത് പോകില്ല എന്നുള്ള വാശിയോ ദുർവാശിയോ ഒക്കെ നിങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ എത്താൻ പോകുന്നില്ല. ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം, ക്രിയേറ്റ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കറക്റ്റ് പൊസിഷനിങ് ഓർ ടൂൾസ് സെറ്റുകൾ. ഇപ്പൊ ഇന്നലെ 7:15 നമ്മുടെ നമ്മളെ സുരേഷ് സാറിന്റെ പ്രോഗ്രാമിൽ നമ്മുടെ വുമന്റെ ടൂൾസുകൾ ഇറങ്ങിയിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഗംഭീര സെഷൻ ഉണ്ടായിരുന്നു. എത്ര പേര് അറ്റൻഡ് ചെയ്തെന്ന് എനിക്കറിയില്ല. ഇൻക്രീസ് യുവർ സ്കിൽ. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഈ സ്കില്ലുകൾ ഉള്ളത് അതൊക്കെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ന്യൂ സ്ട്രാറ്റജീസ് ഫോർ എ ന്യൂ ഇറ. നിങ്ങൾക്ക് പഴയ സ്ട്രാറ്റജി വെച്ചുകൊണ്ട് പുതിയ ലോകം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ ഫോക്കസ് എവിടെയാണ്? നിങ്ങളുടെ ഫോക്കസ് എവിടെയാണ്? അതൊരു വലിയൊരു ചോദ്യചിഹ്ന. കാരണം നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കുറഞ്ഞ സമയം കൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ കാണിക്കുന്ന ആത്മാർത്ഥത, ഇഷ്ടം, സമയനിഷ്ഠ, ഡിസിപ്ലിൻ, ഇതൊക്കെ നിങ്ങൾ ആശയത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലൂടെ രക്ഷപ്പെടാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് പലരും മുന്നോട്ട് പോയി പോകും. കാരണം ഇത് അങ്ങനത്തെ ഒരു ബിസിനസ്സിൽ ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ 7 തലമുറയ്ക്കുള്ള സാധനങ്ങൾ ഇതിലുണ്ട്. അതേപോലെ കമ്മിറ്റ്മെന്റ്, ബിലീവിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചത്. ഈ ഇൻഡസ്ട്രി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് ബിലീവിംഗ് സിസ്റ്റം ആണ്. ഈ ഒരു മേഖലയെ പറ്റി പഠിക്കാൻ എടുക്കണം. മൈ ബെസ്റ്റ് ഇയേഴ്സ് ആർ മൈ റെസ്റ്റ് ഓഫ് മൈ ഇയേഴ്സ്. ഇതുവരെ ഉണ്ടായിരുന്ന വർഷമല്ല, ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതമല്ല, ഇനി വരാൻ പോകുന്ന വർഷമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വർഷങ്ങൾ എന്ന് മനസ്സിലാക്കി നിങ്ങൾ എടുക്കുക. ഇതിപ്പോ ഷൂലിനി യൂണിവേഴ്സിറ്റി, ഞാൻ പറഞ്ഞ ഷൂലിനി യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി പഠിക്കാൻ കൊടുക്കുന്ന ഒരു വർഷത്തെ കോഴ്സിന് 75,750 രൂപയാണ്. ഇതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നിനും ഒരു വിലയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചിട്ടാണ് ഇവിടെ കുട്ടികൾ ഇവിടെ ഇറങ്ങാൻ പോകുന്നത്. ഡയറക്ട് സെല്ലിങ്ങിന്റെ ഷൂലിനി യൂണിവേഴ്സിറ്റിന്റെ പരസ്യങ്ങളാണ്.
ഇനി ഞാൻ വൈ RCM, എന്തുകൊണ്ട് RCM കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിർത്താം. RCM എന്ന് പറയുന്നത് കോമൺ കൺസ്യൂമർ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നു, അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നു, റിപ്പീറ്റബിൾ ആയിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നു. ഇതിനേക്കാൾ മികച്ച ഒരു ഒരു കമ്പനി ഒരു പ്ലാൻ സിസ്റ്റം നമുക്ക് ഇനി വരാനില്ല എന്ന് നമ്മൾ കാര്യം മനസ്സിലാക്കുക. ഹെൽത്ത് ഇഷ്യൂസ് ആർ ഗോയിങ് ഹൈ, എക്സ്ട്രാ ഇൻകം നമുക്ക് അറിയാം. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവർ തന്നെ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ എവിടെ എത്തും. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആർ ഡിക്രീസിങ്. പിന്നെ ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതല്ല, ഉള്ള ജോലിക്ക് ശരിയായുള്ള വരുമാനം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഗൾഫ് ഓപ്പർച്യൂണിറ്റികളൊക്കെ നിന്ന് കഴിഞ്ഞു. റിട്ടയർമെന്റ് പോളിസി പിന്നെ എന്തൊക്കെ സ്ഥിതി നിങ്ങൾക്ക് അറിയാം. റിട്ടയർമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ പെൻഷൻ ഉണ്ടോ? ഇതിൽ പാസീവ് ഇൻകം ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, ടൂർസ് പാക്കേജ്, ഇത് അതേപോലെ പർച്ചേസ് ഇൻസെന്റീവ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പൊ RCM നിങ്ങൾക്ക് തരുന്നത് റോയൽറ്റി ബോണസ്, ടെക്നിക്കൽ ബോണസ്, മന്ത്ലി ഗ്രോത്ത് ബോണസ്, ഇയർലി ഗ്രോത്ത് ബോണസ്, കൺസിസ്റ്റൻസി റിവാർഡ്, കൺസിസ്റ്റൻസി ബോണസ്, ഡബിൾ ധമാൽ ഓഫർ, പർച്ചേസ് ക്ലബ് ബോണസ്, തുളസി പെയിന്റ് റിവാർഡ്സ്. ഇതൊക്കെ ഞാൻ വിശദീകരിച്ചിരുന്നില്ല. സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഈസ് ഹാഫ് സക്സസ്. നിങ്ങൾ ഇപ്പൊ ഇന്നൊരു തീരുമാനം എടുക്കുക. ഇതുവരെ നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ആളുകൾ ഇല്ലെങ്കിൽ, വാണ്ട് ടു സ്റ്റേ ഇൻ 21st സെഞ്ചുറി ബിസിനസ്സിൽ നിങ്ങൾ ജീവിക്കണോ, അതോ പഴയ വ്യവസായ കാലഘട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകണോ, ഇൻഡസ്ട്രിയൽ ഏജിലേക്ക് നിങ്ങൾക്ക് പോകണോ എന്ന് നോക്കിയാൽ മതി. അതിന്റെ ഒരു തീരുമാനം, ഡിസിഷൻ അത് നിങ്ങളുടെ അടുത്താണ്. ഇത് ഞാനിപ്പോ ഇന്ന് രാവിലെ കിട്ടിയ ഒരു സ്ലൈഡാണ്. നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവില്ല. 1961 വന്ന ഒരു പിക്ചറാണത്. യു വിൽ ബി ഏബിൾ ടു ക്യാരി ഫോൺ ഇൻ പോക്കറ്റ് ഇൻ ഫ്യൂച്ചർ. നിങ്ങൾക്ക് പോക്കറ്റിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഫോൺ അടുത്ത കാലത്ത് വരും എന്ന് പറഞ്ഞപ്പോ എത്ര പേര് ഇത് വിശ്വസിച്ചിട്ടുണ്ടാവും? നമ്മളിപ്പോഴും പലതും ഇതേപോലെ നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് നിങ്ങളെ മുമ്പിൽ കാണിക്കാനുള്ള ഈ ഒരു ചിത്രം നിങ്ങളൊന്ന് നോക്കുക. ഇത് ആരാ നിൽക്കുന്നത്? ഒരു ട്രാൻസ്ഫോർമേഷൻ. ഈ ഒരു ബിസിനസ്സിൽ വന്ന് ജീവിച്ചാൽ മതി. ഇത് മകനാണോ എന്ന് ചോദിച്ച ആളുണ്ട്. എന്നോട് എന്റെ വൈഫ് പറഞ്ഞ് ഇപ്പോഴാണ് സുന്ദരനായത്. ഒന്നൊന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ. എന്തൊക്കെയാണ് നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നത്? എത്ര പേര് ഇത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് സത്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിക്ചറാണത്. അദ്ദേഹത്തിന്റെ നൃത്തവും, ബാക്കിലിരിക്കുന്ന ആളുടെ പതുങ്ങിയുള്ള നൃത്തവും, ഇപ്പുറത്തുള്ള ആ കോൺഫിഡൻസിനുള്ള നൃത്തവും നോക്കി നിങ്ങൾ. എന്താണ് അതിന്റെ ഒരു എത്ര മാത്രം ആളുകൾക്ക് മാറ്റം വരുന്നു. എത്ര വർഷമായിട്ടുണ്ടാവും എന്നുള്ള സാറ് തന്നെ പറയായിരിക്കും. എനിക്ക് തോന്നുന്നു 19 വർഷമായി സാറ് വന്നിട്ട്. എത്ര വർഷം മുമ്പുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോഴും ചതുരത്തിനുള്ള പെട്ടി ഉന്തി 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 ജീവിതം കഴിഞ്ഞു നീക്കാനുള്ളത്. ഇവിടെ ഇത് എന്താ പറയാ, ഫുള്ള് റൗണ്ട് ആക്കിയ ഒരു സാധനം ഉരുട്ടിക്കൊണ്ട് പോകുന്നതിനാണോ നിങ്ങൾക്ക് സുഖം? അതോ ഈ ചതുരപ്പെട്ടി ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണോ? ഇത് എത്ര കാലം നിങ്ങൾ നീക്കും? എത്ര സമയം നിങ്ങൾക്ക് ഇങ്ങനെ നീക്കാൻ പറ്റും? ഒരു 50-60 വയസ്സാകുമ്പോഴേക്ക് ഈ ചതുരപ്പെട്ടി ഉന്തി കൊണ്ടുപോയിട്ടല്ലേ നിങ്ങൾ തളർന്ന് നിങ്ങൾക്ക് നടക്കാൻ പറ്റാതെ ഉരവേദനയായി അടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തു പോകാൻ പറ്റാത്ത ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ റൗണ്ട് പോലുള്ള സാധനം ഉരുട്ടാൻ എത്ര പേർക്ക് ഇത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. മണി ഈസ് ലൈക്ക് എ ഡെറ്റോൾ ബിക്കോസ് ഇറ്റ് കിൽസ്. 99% പ്രശ്നങ്ങളും നിങ്ങൾക്ക് തീരാൻ പൈസ ഒരു അവിഭാജ്യ ഘടകമാണ്. ഇത് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കല്ല. ഹേമന്ത് സാർ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, മണി ഈസ് ഓൾ. ഇപ്പോഴും പല ആൾക്കാരും ഇതേപോലെ ഇപ്പോഴത്തെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒരു താക്കോൽ കിടക്കുന്നത് അതാരും കാണുന്നില്ല. ഇവിടെ ഒരു അപ്പകഷ്ണം, ജോബ് എന്ന് പറയുന്ന ഒരു അപ്പകഷ്ണം. സം പീപ്പിൾ പ്രിഫർ ബ്രെഡ് ദാൻ കീ ടു ദെയർ ഫ്രീഡം. ഈ രീതിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഈ രീതിയിലാണ് നിങ്ങൾ ഇനിയും പോകുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ബാക്കി ഹേമന്ത് സാർ പറഞ്ഞോളൂ എന്ന് വിചാരിക്കുന്നു. റെസ്പെക്ട് ദ ടൈം, ലൈഫ് ഈസ് ഗെയിം ഈസ് ടൈം. ഇത് നിങ്ങളുടെ സമയം ഏറ്റവും അധികം റെസ്പെക്ട് ചെയ്യപ്പെടേണ്ടതാണ്, ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടതാണ്. സമയം കടന്നു പോവുകയാണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് മനസ്സിലാകട്ടെ. ബി എ ലൈക്ക് എ ഡയമണ്ട്, പ്രഷ്യസ് ആൻഡ് റയർ. ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഡയമണ്ട് ആവാൻ നിങ്ങൾ ശ്രമിക്കുക. നോട്ട് ലൈക്ക് എ സ്റ്റോൺ. എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു ചരക്കല്ലായിട്ട് മാറാതെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഡയമണ്ട്, എവിടെയും കാണാത്ത ഡയമണ്ടായി
മാറാൻ നിങ്ങൾ മാറാൻ കഴിയട്ടെ. ഇഫ് യു ഫെയിൽ ടു പ്രിപ്പയർ യു ആർ പ്രിപ്പയർഡ്. ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചത്. ഇഫ് യു ഫെയിൽ ടു പ്രിപ്പയർ യു ആർ പ്രിപ്പയർഡ് ടു ഫെയിൽ. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ, അടുത്തൊരു ലെവലിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ഫെയിൽ ആകുന്നുണ്ടെങ്കിൽ, പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫെയിലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ചാൻസ് ആണ്. ഈ ചാൻസ് കൂടി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വിജയാസ്യം. ഗുഡ് ആഫ്റ്റർനൂൺ. താങ്ക് യു.